വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ലീവാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സ്വിഗ്ഗി വെച്ച് പാർട്ട് ടൈം ആണല്ലോ. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ശനിയാഴ്ച എന്തൊക്കെ നടക്കുന്നതിനെ കുറിച്ച് ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സർജും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓർഡർ ഡെലിവറി ഓർഡർ ഏണിങ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ട് ഫസ്റ്റ് 2 ഓർഡറായിട്ട് കിട്ടിയില്ല, 2 ബാച്ച് ഓർഡറായിട്ട് കിട്ടിയിട്ടുള്ളത്. രണ്ടെങ്കിൽ ഡൈൻ ടൈം എന്നാണ് എടുക്കേണ്ടത്, മലയാളികളുടെ ഡൈൻ ടൈം എന്നാണ് എടുക്കേണ്ടത്. അപ്പം അവിടേക്ക് പോകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങി അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ടെസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോൾ ചെയ്യുന്ന പരമാവധി ദയവേതൊന്ന് ഒഴിവാക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഗേറ്റ് ക്ലോസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടി ഒന്ന് പോവാം. ആദ്യം ഗേറ്റ് ഒന്ന് കടന്നു കിട്ടണം. പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നിട്ടുള്ളത്, നമുക്ക് ശനിയും ഞായറും കമ്പനി ലീവാണ്. അതെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് നമുക്ക് നല്ല വൃത്തിക്ക് ഉറങ്ങാം, ഏത് ശനിയാഴ്ച ഞായറാഴ്ച വൃത്തിക്ക് ഉറങ്ങിയിട്ട് പോകാമെന്നൊക്കെ. പക്ഷേ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ എനിക്ക് ഉറക്കം കിട്ടാത്തുള്ളൂ. ഒരു 5:45-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കൂ. എന്താണെന്നറിയില്ല, ഈ ലീവുള്ള ദിവസം മാത്രം ഉറങ്ങണം വിചാരിക്കുന്ന ദിവസം മാത്രം ഞാൻ നേരത്തെ എണീക്കും. അതേസമയത്ത് കമ്പനിയുള്ള ദിവസം ഈ തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് കമ്പനി ഉണ്ട്. അപ്പോൾ ഈ ദിവസമൊക്കെ നമുക്കൊരു 10 മണി വരെ കിടന്ന് ഉറങ്ങിയാലും മതിയാകത്ത ഉറക്കമായിരിക്കും വരിക. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് മാത്രമാണോ അറിയില്ല, എൻ്റെ മാത്രം പ്രശ്നമാണോ എന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഗേറ്റിന് ഓപ്പൺ ചെയ്യണം. ഇതാണ് നമ്മളെ ഏരിയയിലെ ഒരേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഗേറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ആവുത്. ഓക്കെ, അപ്പം എന്തും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗേറ്റും കാര്യങ്ങളും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അത് കുറച്ച് സീനാട്ടോ. ഈ ഒരു ഏരിയ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലങ്ങും വിലങ്ങും വണ്ടി വരും. ഒന്നാമത് മറ്റേ നാഷണൽ ഹൈവേ ക്രോസും കൂടെ വരുന്നതുകൊണ്ട് അപ്പുറത്തെ വണ്ടി ചീറിപ്പോൾ അതിനേക്ക് വരിക. കുറച്ച് സീനാണ്. ഇവിടുന്ന് ഞാൻ തന്നെ 2 ആക്സിഡൻറ്റ് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അയ്യോ. അപ്പോൾ മഹേന്ദ്ര സിംഗിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്കൊന്ന് 1 കിലോമീറ്റർ തികച്ചില്ല പോവാം. മോനെ വീട്ടിലൊക്കെ പണിയെടുക്കാൻ പറഞ്ഞ സീന്. അങ്ങനെ ഞാൻ ഡൈൻ ടൈം എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഡൈൻ ടൈം വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അറിയാം, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് 2 ഓർഡർ വന്നിട്ടുണ്ട് അടുപ്പിച്ച് ബാച്ച് ഓർഡർ ആയിട്ട്. ഒരു ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് എത്ര കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും നോക്കിയിട്ടും പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഓർഡറിന് എനിക്ക് 17 രൂപ, അത് ബാച്ച് ഓർഡർ ആയിട്ട് വന്നുള്ളതിന് 17 രൂപ, മറ്റേ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ആദ്യം നമുക്ക് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. എനിക്ക് എന്തായാലും ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും ഫുഡ് റെഡി ആയിട്ടുണ്ടോ. സെൽഫി ഫസ്റ്റ് തന്നെ സെൽഫി വെച്ചിരുന്നത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഓർഡർ തന്നെ എടുക്കുമ്പോൾ സെൽഫി വയ്ക്കുന്നപ്പോൾ. ഇതിന് മുന്നൊക്കെ പല പ്രാവശ്യം എന്നോട് 2-3 ഓർഡറൊക്കെ എടുത്തതിന് ശേഷം ചോദിക്കില്ല. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ട് സെൽഫി അയച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ വയസ്സാണ് അങ്ങനെ എൻ്റെ സെൽഫിയും കാര്യങ്ങൾ കഴിച്ചു കൊടുത്തു. അപ്പോഴാണ് നോക്കിയിട്ടുള്ളത് ഒരു ഓർഡർ എനിക്ക് പച്ചമാങ്ങയെന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ബാഗ് കിട്ടണോ, ബാഗ് കുറച്ച് എത്താം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ഇവിടെ ഡൈൻ സിറ്റി അതേപോലെ ഒരു ഓർഡർ എനിക്ക് പച്ചമാങ്ങയെന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുക്കും ചേട്ടാ. 0292 എന്തല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എന്തൊക്കെയാണ്, മലബാറി ചിക്കൻ കറി, ഹരിയാലി നാൻ, പിന്നെ ഗാർലിക് നാൻ, ബട്ടർ നാൻ. അതെ, അപ്പോൾ വെരിഫൈ ഓർഡർ കൊടുക്കാൻ എൻ്റെ OTP വരുന്നത് 3166. ഓക്കെ, പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ആമാ അയ്യോ, ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യം കേട്ടോ. അതിനുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല. ഞാനൊരു ദിവസവും ക്യാമറ കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഒരു 2-3 പ്രാവശ്യം കേൾക്കും ഇതൊക്കെ. പ്രത്യേകിച്ച് അധികം പേര് കേൾക്കുന്ന അധികം എനിക്ക് കേൾക്കുന്നത് മറ്റേ ഹോട്ടലുകാരുടെ അടുത്തുനിന്ന്, അതേപോലെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തുനിന്നൊക്കെ കേൾക്കൽ. ഓക്കെ, കേട്ടി. പുള്ളിക്കാരൻ ബാഗൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇനി അടുത്ത നമുക്ക് പച്ചമാങ്ങയിലേക്ക് പോകണം. പച്ചമാങ്ങയാണ് അടുത്ത ഓർഡർ എനിക്ക് എടുക്കേണ്ടത്. ഈ പെഗട്രോൺ കണ്ടില്ലേ, ഈ പെഗട്രോണാണ് ഇന്ത്യയിൽ, ഈ പെഗട്രോൺ അല്ല, പെഗട്രോൺ കമ്പനിയാണ് ഇന്ത്യയിൽ ഐഫോണൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു കമ്പനി പറയാം ഇൻഫോസിസ്, പിന്നെ എനിക്ക് തോന്നുന്നു പെഗട്രോണാന്ന് തോന്നുന്നു. അത്യാവശ്യം വളരെ വലിയൊരു കമ്പനിയാണത്. ഐഫോൺ മാനുഫാക്ചറിങ് ആണ് പെഗട്രോൺ നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പച്ചമാങ്ങ ഈസ് ഹിയർ. പെട്രോൾ അടിക്കാണ്ട് വേറെ സീൻ കേട്ടോ. പെട്രോൾ വളരെ 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 കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടി റിസർവ് ആയിട്ട് തന്നെ കുറച്ചായി. ഫേസ് ആൻഡ് ഇത് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, ആ സെൽഫി ഒന്ന് അയച്ചു കൊടുക്കട്ടെ. രണ്ടാമത്തെ സെൽഫിയാണിത്, സീറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ സെൽഫിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇപ്പം തന്നെ സീനായതിന്. അപ്പോൾ സെൽഫിയും കാര്യങ്ങൾ അയച്ചു കൊടുത്തു. 2194 ചേട്ടാ. 2194 1653. ഓക്കെ, അപ്പം എൻ്റെ രണ്ടാമത്തെ ഓർഡറും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ ബീഫ് ബിരിയാണി വരുന്നത്. സെറ്റ് 1 2 അയ്യോ എത്രയായിരുന്നു OTP? 2153 അല്ലായിരുന്നു? നോക്കട്ടെ. മലബാർ ചിക്കൻ ബിരിയാണി കേട്ടോ, സോറി. 1653. ഓക്കെ, 1653. അപ്പോൾ ആ ഓർഡറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെൽഫി എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ സെൽഫി വന്നിട്ടുള്ളത് എൻ്റെ ഫേസ്, അതായത് ഞാൻ തന്നെയാണോ അത് ഓടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ സെൽഫി ചോദിച്ചിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തെ സെൽഫി ചോദിച്ചിട്ടുള്ളത് ഞാൻ കറക്റ്റായിട്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ സെൽഫി. ഇനി മൂന്നാമത്തെ ഒരു ഫോട്ടോ കൂടെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഫോട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാഗ് യൂസ് ചെയ്യേണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ സെൽഫിയും കൂടെ അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ 3 സെൽഫിയാണ് നമ്മൾ ഒരു ദിവസം ഇറങ്ങുമ്പോൾ അയച്ചു കൊടുക്കാനുള്ളത്. അത് ചിലപ്പോൾ 3 സെൽഫിയിൽ മൂന്നാമത്തെ ബാഗിൻ്റെ സെൽഫിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ആദ്യം പെട്രോൾ ഒന്ന് അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവാം. അടിച്ചു 200 രൂപ അടിച്ചിട്ട് ഏകദേശം എന്താ ഒറ്റ കട്ട കയറിയിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റിസർവ് ആയിട്ട് അത്രയും ഓടിയിട്ടുണ്ട്. അത്രയും താന്ന് നോക്കുന്നു വണ്ടി പെട്രോൾ. ഓക്കെ, അപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടി വീടിന് ശേഷം 1.5 കിലോമീറ്ററാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ പോവാം. എന്താട്ടോ ഇവിടുത്തെ ഉള്ളിൽ വലിയൊരു സ്കൂൾ, സംഭവം സ്കൂളാണ്. കണ്ടോ റിസോർട്ട് ഉള്ളത് തോന്നുമെങ്കിലും സംഭവം ഒരു സ്കൂളത്. ഓക്കെ, അമ്പടാ. ഓക്കെ, ഇവിടുന്ന് ഇനി 1.1 കിലോമീറ്ററും കൂടെ പോവാം. ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതിലേതൊന്നാണ് E1 E2 ഇതാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ വഴിക്ക് എന്തായാലും നമ്മളെ വണ്ടി കടത്തി വിടില്ല, അതായത് ഡെലിവറി ബോയ്സിന് വണ്ടി കാനും കടത്തി വിടില്ല. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഓക്കെ, ഏതായിരുന്നു ഇതിൽ? 2194 പച്ചമാങ്ങ എന്നുള്ളത്. അപ്പോൾ ഇതാ ഓക്കെ. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവർ ചെയ്തതിന് ഫസ്റ്റ് ഓർഡർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എനിക്ക് പോകാനുള്ളത് പറന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇതിനുള്ളിൽ തന്നെ വേറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോകേണ്ടത്. 2.7 കിലോമീറ്റർ. അപ്പോൾ പോയൊക്കൊന്ന്. ഇത് ഈ മഹേന്ദ്ര സിറ്റിനുള്ളിൽ മെയിൻ കാഴ്ചയായിട്ട് എപ്പോഴും ഉണ്ടാവും. ഒന്നെങ്കിൽ പശു അല്ലെങ്കിൽ ഇതേപോലെ ആട് ഫുള്ള് ക്രോസ് ചെയ്ത് കൊള്ളാം. പശുക്കളും ആടുകളും അടക്കി വാഴുന്ന റോഡുകൾ, മഹേന്ദ്ര സിറ്റിൻ്റെ റോഡ്, അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇനി കാട്ടിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പോയി. ഓക്കെ, അപ്പോൾ ഇനി പോവാം. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഹേന്ദ്ര സിറ്റി ഉള്ളിൽ ഒരുപാട് കമ്പനിയും കാര്യങ്ങളും കണ്ടല്ലോ. അപ്പോൾ ആ കമ്പനീൻ്റെ ഉള്ളിൽ
ആ കമ്പനിയിൽ തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് മാച്ചാണ് നടക്കുന്നത്, ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നടക്കുന്നത്. സംഭവം ഇത് നമ്മളെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. നമ്മളെ കമ്പനി ഫസ്റ്റ് കളി ജയിച്ചു. ഫസ്റ്റ് കളി നമ്മൾ 35 റണ്ണോ അങ്ങനെന്തോ ജയിച്ചിട്ടുള്ളത്. ഏകദേശം 55 കമ്പനികളാണ് ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. MCL മഹീന്ദ്ര സിറ്റി ലീഗ് ആണല്ലേ, മഹീന്ദ്ര സിറ്റി ലീഗ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നാളെയാണ് അടുത്ത കളി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഫസ്റ്റ് കളി ജയിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ശനി ഞായറാണ് ഇവിടെ കളി നടക്കുന്നത്. മീൻസ് ഈ ടൂർണമെൻറ്റ് നടക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ വർക്കിംഗ് ഡേയ്സ് സമയം വെക്കാൻ കഴിയില്ല, അതാണ് വേറെ സീന്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇവിടെ കളി ഉള്ള കാര്യം കയറില്ല. നമുക്ക് നാളെ നമ്മളെ കമ്പനിക്ക് കളിയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി ഇവിടുന്ന് അടുത്ത പോകുമ്പോൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഐറിസ് കോട്ടാണ് വരുന്നത്, ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇനി ഇത് പോയിട്ട് കൊണ്ടേ കൊടുത്തിട്ട് ഇതിൽ ഏകദേശം എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു ആദ്യം. തൊഴിഞ്ഞിട്ടില്ലല്ലോ കറിയൊന്നും ഇല്ല. അപ്പം പോവാ. അയ്യോ, ഓ നിറവിളായിട്ട് ഇരിക്കല്ലേ, ലൈഫ് ടൈം ലൈഫ് സ്പേസ് അല്ലേ. ടാറ്റ സാപ്പിട്ടിയാ. ഓക്കെ, ഓ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനി കേട്ടോ. എൻ്റെ ഹെൽമെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോയത്. പുള്ളിക്കാരൻ ഇതെങ്ങനെ ആളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞ് ചോദിച്ചിട്ട് തുടങ്ങിയത്. അങ്ങനെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവം, എന്തോ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി പറഞ്ഞത്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നത്. എൻ്റെ കീ എവിടെ? ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് 2 ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 2 ഓർഡറും കൂടെ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടി ഏണിങ്സ് പറയുകയാണെങ്കിൽ 44 രൂപയാണെങ്കിൽ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. 44 രൂപ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡറിന് എനിക്ക് 30 രൂപ, രണ്ടാമത്തെ ഓർഡറിന് എനിക്ക് 14 രൂപയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് 2 മണി വരെയാണ്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓർഡർ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. കിട്ടാനുള്ള ചാൻസും കുറവാന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ മാസാവസാനം ആയില്ലേ, അല്ല മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. സാലറി എല്ലാവരും കയറിയിട്ടൊന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം ഒരു ഓർഡറും കൂടെ കിട്ടുമെന്നുള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ ഡെലിവറി ചെയ്ത് വന്നപ്പോൾ അവിടുത്തെ ഡെലിവറി ചെയ്ത ആളുണ്ടല്ലോ. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ, അപ്പോൾ രണ്ടാമത് ഡെലിവറി ചെയ്ത ഓർഡറില്ലേ, ആ കസ്റ്റമർ എനിക്ക് 200 രൂപ തന്നത്, ടിപ്പായിട്ട് തന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ അതേപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഫുഡ് ഓർഡറിനല്ല, അപ്പോൾ എന്തൊരു ഡെലിവറി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയ്ക്ക് ഒരു 10 രൂപയിൽ മാക്സിമം ഒരു മിനിമം കൊടുക്കാം. മാക്സിമം അല്ല, ഒരു മിനിമം കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി ബോയ്സ് ഇപ്പോൾ കണക്കാക്കുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ എക്സ്ട്രാ കസ്റ്റമറിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ ആലോചിക്കുന്നത് എന്താ, 10 രൂപ കിട്ടിയാൽ ഒരു കിലോമീറ്റർ 5 രൂപ വെച്ചുള്ള കമ്പനി വരിക. അപ്പോൾ 2 കിലോമീറ്ററിൻ്റെ പൈസ നമുക്ക് കിട്ടി, എക്സ്ട്രാ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു 10 രൂപ കിട്ടുകയാണെങ്കിലും അപ്പോൾ 10 രൂപ 2 കിലോമീറ്റർ പൈസ എക്സ്ട്രാ കിട്ടില്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും സന്തോഷം. അതേപോലെ തന്നെ 10 രൂപയെങ്കിലും കൊടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കസ്റ്റമർ സന്തോഷം, എല്ലാവർക്കും സന്തോഷം, കൊടുക്കുന്ന സന്തോഷം. ഓക്കെ, അപ്പോൾ അതൊന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ 10 രൂപ എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നുവെച്ചാൽ 1 രൂപ 2 രൂപ കൊടുക്കാൻ നിൽക്കരുത്, അത് കളിയാക്കുന്ന പോലെ ഇപ്പോൾ വേറെ കാര്യവും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരു കഴിവ് കണ്ടോ കേട്ടോ ഒന്ന്, എന്തായി കളി അവസ്ഥ എന്നൊക്കെ ഉള്ളത്. उड़ाने मार दिया है 4 रनों के लिए മുഷാഷി ഇവൻ കളി കണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് 2 ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് 2 ഓവറിൽ എത്ര 20 റൺ അങ്ങനെ വേണ്ടെന്ന് തോന്നുന്നു, 23 അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് 1 ഓവർ ആയപ്പോൾ അത് 13 റണ്ണായി. 13 റണ്ണിൽ തന്നെ പിന്നെ അത് ലാസ്റ്റ് 2 ബോൾ 6 ഒക്കെ അടിച്ച് പിന്നെ ലാസ്റ്റ് 2 ബോൾ അത് 7 റണ്ണ്. 1 ബോൾ ഡോട്ടായി, ലാസ്റ്റ് 1 ബോളിൽ 7 റണ്ണായി. അതൊരു 4 അടിച്ചു. കിട്ടുള്ള മാച്ചായിരുന്നു. ബോളിവർ പ്രഷർ ആലോചിക്കണേ. അതിൽ ജയിച്ചെന്ന് അത്യാവശ്യം എല്ലാ രീതിയിൽ തന്നെ ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാണ്ട് ഒരു ആവില്ലല്ലോ. ഓക്കെ, കളി കിട്ടുന്ന മാച്ചായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത ടീം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കാണാൻ ടൈമില്ല, എനിക്ക് റൂമിൽ പോയിട്ടൊന്ന് അലക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പോകാൻ വേണ്ടി പോവാം. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. 2 മണി അതിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഷിഫ്റ്റ് മുടിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. മാച്ച് കിട്ടുന്ന മാച്ചായിട്ടോ, 6-4. പക്ഷേ ബാറ്റിംഗ് ടീം ഭാഗ്യമില്ലാണ്ടേ ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞു പോയി, കൊണ്ടിന് അപ്പുറം എത്തിയാൻ എമ്മാര് വീശില്ല ചങ്ങായി വീശിയത്. പക്ഷെ ലാസ്റ്റ് ബോളിൽ 6 ആയിരുന്നെങ്കിൽ ഒരു ടൈ ആയേനെ, ഡ്രോ ആയേനെ. പക്ഷേ 4 ആയിപ്പോയത്. ഞാൻ 6 ആയെന്ന് വിചാരിച്ച ബോളായിരുന്നു, അത് 4 ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യം ഇനി
ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് മാക്സിമം വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. കോൾ ചെയ്യുന്ന പരമാവധി ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.